എന്താണെന്ന് അറിയില്ല കേട്ടാ. ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴെങ്കിലും ഒരു നേരം ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് പൊക്കി നോക്കി കരിഞ്ഞതും ഉണങ്ങിയതും ഒക്കെ ആയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് നീക്കം ചെയ്തിരുന്നു ഒരു സമാധാനമില്ല. സമാധാനം കിട്ടാനായിട്ട് ഞാൻ ഒരല്പം കടു അങ്ങ് വറുക്കുമെന്ന് ഇന്നസെന്റ് പറഞ്ഞതുപോലെയാണ് എൻ്റെ കാര്യം. സമാധാനം കിട്ടാനായിട്ട് ഞാൻ ദേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കരിഞ്ഞതും ഉണങ്ങിയതുമായിട്ടുള്ള ഇലയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതേ മനസ്സിന് സന്തോഷമുള്ള മറ്റൊരു കാര്യങ്ങൾ എൻ്റെ ആമ്പൽദ മുട്ടയ്ക്ക് വന്ന് നിൽപ്പോട്ട് നാളെ മിക്കവാറും ഇത് വിരിയാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ സമാധാനം അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മുമ്പ് എപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച ഫേൻ ദേ ഇതുപോലെ എല്ലായിടത്തുമായിട്ട് വളർന്നു കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം എന്നുള്ള കൂലങ്കഷമായ ആലോചനയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആലോചനയ്ക്കൊടുവിൽ ഞാനിതാ ഇതുപോലെ ചെളിയും ചവറും ഒക്കെ പിടിച്ചു കിടക്കുന്ന എൻ്റെ ഒരു പഴയ ചതുരാകൃതിയിലുള്ള പോട്ട് കണ്ടെത്തി. ഇനിയിപ്പോൾ ചതുരമായാലും വട്ടമായാലും നീളമായാലും യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന് കരുതി ഞാൻ ഈ പോട്ടും കൊണ്ട് നേരെ ഓടി പൈപ്പിൻ ചുവട്ടിലേക്ക്. ഇപ്പോഴാണ് മീനും കാത്തിരുന്ന 3 പേരുടെ മുന്നിലേക്ക് ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ മുന്നേ അനുവാദം ചോദിക്കേണ്ടേ എന്ന ഭാവത്തിൽ എന്നെ ഒരു നോട്ടം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. സവാരി ഗിരിഗിരി സവാരി ഗിരിഗിരി എന്ന ഭാവത്തിൽ ഞാൻ ഈ പോട്ടിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചു. ഇനി നമ്മുടെ ഫേണിനെയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യേണ്ടേ അതിനായിട്ടൊരു 1/4 ഭാഗത്തോളം നമ്മുടെ ചകിരിച്ചോറ് പിന്നെ കുറച്ച് മണലും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. വളങ്ങളൊന്നും തന്നെ ചേർക്കാതെ നന്നായിട്ട് ഇളക്കി ഡ്രെയിനേജ് സിസ്റ്റം നല്ല പ്രോപ്പർ ആവാൻ വേണ്ടി കുറച്ച് ചുടുകട്ട പീസൊക്കെ ഇട്ടിട്ട് ഇതും കൂടി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. 1/4 ഭാഗത്തോളം ഇട്ടിട്ട് നമ്മുടെ ഫേൻസിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ കുത്തിയിരിക്കുന്നത് കൊണ്ട് ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട. ഈ ഒരു ഫാനിനെ ഈ ഒരു വാതിലിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു പഴയ വാതിലിൻ്റെ പുറത്ത് 1-2 പോട്ടി മിക്സർ കവറിലാക്കി വെച്ച് കൊടുത്തതായിരുന്നു. ഇപ്പോൾ അത് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ എടുത്തിട്ട് ഇതായി ഈ പോട്ടി മിക്സിലോട്ട് ഇതുപോലെ കുറേശ്ശെ നട്ടു കൊടുക്കാം. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബുഷിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ബാക്കി വന്ന പോട്ടി മിക്സോടെ ഇട്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് ഉറപ്പിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫാൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.